ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പുറത്തേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുവരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങിക്കഴിഞ്ഞു. അതീവ സുരക്ഷയിൽ വിയ്യൂരിലേക്കുള്ള ജയിൽ മാറ്റം. ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനലിനെ, ജയിൽ ചാടിയ കൊടും ക്രിമിനലിനെ ഇന്നലെ ഈ സമയമായപ്പോൾ ഗോവിന്ദചാമിക്കായുള്ള ഓട്ടത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. ഗോവിന്ദചാമിയെ ഇതാ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കൊടും ക്രിമിനൽ, കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ ജയിൽ മാറ്റാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം എടുത്തു ചാടി ഓടി കിണറ്റിലേക്ക് ചാടി അവിടെ മറഞ്ഞിരിക്കാൻ ശ്രമിച്ച ഗോവിന്ദചാമിയെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് പിടികൂടി തിരിച്ച് വീണ്ടും ഇന്നലെ രാത്രിയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോൾ ഗോവിന്ദചാമിയെ പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിയ്യൂരിലേക്കുള്ള ജയിൽ മാറ്റമാണ്. വാഹനം പെട്ടെന്ന് തന്നെ മുന്നോട്ടെടുത്തിരിക്കുന്നു. ഗോവിന്ദചാമി മൈക്കിന് മുന്നിൽ ഒന്നും പറയാതെ പെട്ടെന്ന് ചാടിക്കയറ്റി കൊണ്ടുപോവുകയായിരുന്നു അല്ലേ അർജുൻ? തീർച്ചയായിട്ടും സുജി, അതായത് പോലീസ് വാഹനം ഇപ്പോൾ പുറത്തേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ജയിൽ മാറ്റം, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇപ്പോൾ ഗോവിന്ദചാമിയെ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വിയ്യൂരിലേക്കാണ് മാറ്റാൻ പോകുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ, സുരക്ഷാ വീഴ്ചകൾ അതൊക്കെ ഇതിനകം തന്നെ വാർത്തയായതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു ജയിൽ മാറ്റത്തിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ഇനി ഇവിടെ പാർപ്പിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജയിലിൻ്റെ മുക്കും മൂലയും സുപരിചിതമായി കഴിഞ്ഞാൽ കൃത്യമായ നിരീക്ഷണത്തിലൂടെ ആ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ഗോവിന്ദചാമി ഇനിയും ഒരുപക്ഷെ ഇത്തരം ചില നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ജയിൽ മാറ്റത്തിനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നതിന് ജയിൽ വകുപ്പ് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം എടുത്തിരുന്നു. വിയ്യൂരിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് DIG ഉൾപ്പെടെ എടുത്തിരുന്നു. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഗോവിന്ദചാമി ജയിൽ ചാട്ടം നടത്തുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ദിവസം ഇന്നലെ ഇവിടെ ജയിൽ DIG സന്ദർശനം നടത്താനുള്ള ദിവസം കൂടിയായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ജയിൽ ചാട്ടം, ജയിൽ അധികൃതരുടെ വീഴ്ച ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൂടി വലിയ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ജയിൽ വകുപ്പിനെ എത്തിക്കുകയും ഒക്കെ ചെയ്തത്. സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പോലീസ് ഉദ്യോഗസ്ഥർ ഇനി വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കുകയും അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ പരസ്പരം കൈമാറുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം പിന്നീട് വിയ്യൂർ ജയിലിലായിരിക്കും ഗോവിന്ദചാമി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലത്തെ ഇതുപോലെയല്ല, അതായത് ജയിലിൽ എങ്ങനെയാണോ ഒരു തടവ് കുറ്റവാളി ഇവിടെ കഴിയേണ്ടത്, കുറ്റവാളി എങ്ങനെയാണോ തടവിൽ കഴിയേണ്ടത്, അതേ വസ്ത്രത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഗോവിന്ദചാമി പുറത്തേക്ക് ഇറങ്ങിയതായി കാണുന്നത്. ഇന്നലെ പക്ഷേ കറുപ്പ് വസ്ത്രത്തിലാണ് ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് അന്തേവാസികൾ, ജയിലിലുള്ള ശിക്ഷിക്കപ്പെട്ട അന്തേവാസികൾ ധരിക്കേണ്ടുന്ന വെള്ള വസ്ത്രം, ആ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജയിൽ ഉദ്യോഗസ്ഥർ ഈ വാഹനത്തിലകത്തേക്ക് കയറ്റിയത്. പോലീസിൻ്റെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് ഈ ജയിൽ മാറ്റത്തിനുള്ള അല്ലെങ്കിൽ ഈ വാഹനം കടന്നുപോയത്. ഇതിൻ്റെ മുന്നിലും പുറകിലുമായി എസ്കോർട്ട് സംവിധാനം അല്ലെങ്കിൽ പോലീസിൻ്റെ സുരക്ഷാ സംവിധാനം ഉദ്യോഗസ്ഥർ കൂടി സഞ്ചരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അല്പസമയങ്ങൾക്ക് മുൻപാണ് ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതീവ സുരക്ഷയോടുകൂടി വിയ്യൂരിലേക്ക് മാറ്റിയത്. സുജിയ, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ, കനത്ത സുരക്ഷയിലാണ് വിയ്യൂരിലേക്ക് മാറ്റുന്നത്. കൊടും കുറ്റവാളിയാണ്. മാത്രമല്ല ഒറ്റ കൈവച്ച് 7.5 മീറ്റർ ഉയരമുള്ള മതിലടക്കം മറികടന്ന ഗോവിന്ദചാമി, അതാണല്ലോ ഗോവിന്ദചാമിയുടെ പുതിയ മേൽവിലാസം. അങ്ങനെയുള്ള ഗോവിന്ദചാമിയാണ് വിയ്യൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ തത്സമയം എത്തിക്കൊണ്ടിരിക്കുന്നത്. കനത്ത സുരക്ഷ ഏർപ്പാടാക്കിയിരിക്കുന്നു. വലിയ പോലീസ് ബന്ദോബസ്തിലാണ് കൊണ്ടുപോകുന്നത്. കണ്ണൂർ ജയിലിൽ ഇന്നലെ തിരിച്ചെത്തിച്ച് രാത്രിയിൽ അവിടെയായിരുന്നു ഗോവിന്ദചാമി ഉണ്ടായിരുന്നത്. ഗോവിന്ദചാമി പുറത്തേക്ക് ആളുകൾ ബന്ധപ്പെടുന്നതിനായി മൊബൈൽ അടക്കം ഉപയോഗിച്ചു. അങ്ങനെ പല പല കഥകൾ കേൾക്കുന്നുണ്ട്. ഗോവിന്ദചാമിയുടെ സഹതടവുകാർക്ക് ഈ ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നോ അർജുൻ? സുജിയ, ഗോവിന്ദചാമിയോടൊപ്പം ഉണ്ടായിരുന്ന തടവുകാരനെ ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ആരുടെയും സഹായം ലഭിച്ചു എന്നുള്ള കാര്യം മൊഴിയിലും പറയുന്നില്ല. പക്ഷേ അവരോടുൾപ്പെടെ ഇത്തരം താൻ ഈ ജയിലിൽ നിന്നും മടുത്തു, ഇവിടെ നിന്നും പുറത്തേക്ക് കടക്കണം എന്നുള്ള കാര്യം പറഞ്ഞതായിട്ടുള്ള വിവരമുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയാത്തത്, ജയിലിനകത്തുള്ള ജയിൽ ജീവനക്കാർ അറിയാത്തത് അതൊരു വീഴ്ച തന്നെയാണ്. കാരണം ഈ കാര്യങ്ങൾ സംസാരിക്കുകയും സംവദിക്കുകയും ഒക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ മാത്രം, ജയിലിനകത്തുള്ള ഈ പറയുന്ന വാർഡന്മാർ ആരും തന്നെ
ഇത് അറിഞ്ഞിട്ടില്ല എന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. ഈ പറയുന്ന 10 മാസം കൊണ്ടാണ്, അതായത് 1-2 ദിവസം കൊണ്ട് മാത്രമല്ല 10 മാസം കൊണ്ട് നടക്കുന്ന ആലോചന. അപ്പോൾ ഇത്രയും ഒരു സുരക്ഷാ സെല്ലിൽ കഴിയുന്ന ഒരു കുറ്റവാളി, ആ കുറ്റവാളി എന്തൊക്കെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഏതൊക്കെ സ്ഥലത്താണ് ജയിലിൽ തന്നെ സഞ്ചരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കേണ്ടത് ജയിൽ വകുപ്പിൻ്റെ ഉത്തരവാണ്. പക്ഷേ അത്തരമൊരു നീക്കവും ഉണ്ടായിട്ടില്ല എന്ന് വേണം ഈ ജയിൽ ചാട്ടം ഉണ്ടായ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഗോവിന്ദചാമി ജയിലിൽ നിന്നും പുറത്തേക്ക്, അതായത് മറ്റ് ആവശ്യങ്ങൾക്കായി സാധാരണ രീതിയിൽ ജയിൽ വളപ്പിനകത്തൊക്കെ ഇവരെ പ്രവേശിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് കയ്യിലെടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ നീക്കം എന്നൊക്കെ കൃത്യമായ രീതിയിൽ നിരീക്ഷണം ഉണ്ടാവേണ്ടതാണ്. പക്ഷേ അത്തരം നിരീക്ഷണം ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. എന്തായാലും 8 മാസം മുൻപ്, 10 മാസം മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആലോചന, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള അതായത് അർജുൻ കല്യാൺ ഈ 10ാം നമ്പർ ബ്ലോക്കിലേക്ക് ഗോവിന്ദചാമി അതിനു മുൻപ് പലതവണ ഈ സെൽ മാറ്റം ഉണ്ടായി. അതുകൊണ്ട് ഗോവിന്ദചാമി ഒന്ന് പദ്ധതിയിടും. 2017 മുതൽ ഇങ്ങനെ ആലോചിച്ച് വരികയാണ്. 8 കൊല്ലത്തിനിടയിൽ പലതവണ ഈ ആലോചനകൾ നടത്തിയെങ്കിലും 10ാം ബ്ലോക്കിൽ വന്ന് അവിടെ അങ്ങോട്ട് ഉറച്ചു കഴിഞ്ഞതിന് ശേഷമാണോ യഥാർത്ഥത്തിൽ ജയിൽ ചാട്ടത്തിനായുള്ള സാമഗ്രികളുടെ ശേഖരണമൊക്കെ തുടങ്ങിയത്? തീർച്ചയായിട്ടും സുജി, അതായത് ഈ 2017 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചന ഗോവിന്ദചാമി നടത്തിയിരുന്നു. അതായത് ഇങ്ങനെ ജയിൽ ചാടണമെന്നും തനിക്ക് ഈ ജയിലിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെന്നും എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം 2017 മുതലുള്ള ആലോചന, പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നിന്നത് ഈ പറയുന്ന സെല്ലുകൾ പരസ്പരം മാറ്റിയതാണ്. സെല്ലുകൾ ഈ 2017 ശേഷം ഗോവിന്ദചാമിയെ മാറ്റിയപ്പോൾ ആ ഘട്ടത്തിൽ ജയിൽ ചാട്ടം സാധ്യമാവാത്ത ഒരു സ്ഥിതി വന്നതോടുകൂടി തന്നെ 10 മാസത്തിന് മുൻപ് ഇപ്പോൾ ഈ പറയുന്ന 8ഓളം കമ്പികൾ മുറിച്ചു മാറ്റി അത് അതേപടി സ്ഥാപിച്ചിട്ടുള്ള ആ സെല്ലിലേക്കാണ് 10 മാസം മുൻപ് മാറ്റുന്നത്. ആ ഘട്ടം മുതൽ തന്നെ, അതായത് ആ സെല്ലിലേക്ക് മാറ്റിയ ഉടനെ തന്നെ വലിയ കാലതാമസമില്ലാതെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഗോവിന്ദചാമി കടന്നിരുന്നു എന്നുള്ളതാണ് മൊഴിയിലൂടെ പുറത്തു വരുന്ന കാര്യം. അങ്ങനെ പറയുന്ന ഈ സെല്ലിൻ്റെ കമ്പി അത് ആദ്യം തുരുമ്പിപ്പിച്ചു, പിന്നീട് അത് ആക്സോ ബ്ലേഡ് വഴിയും അല്ലെങ്കിൽ ആക്സോ ബ്ലേഡ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മെല്ലെ മുറിച്ചു മാറ്റി. അത് ജയിൽ ഉദ്യോഗസ്ഥർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ വേണ്ടി നൂലുകൊണ്ട് ചുറ്റി വെച്ചു. അത് ശ്രദ്ധയിൽപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എലി കയറാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഗോവിന്ദചാമിയുടെ ഭാഗത്തുണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ ഈ മുറിച്ച സെല്ലിൻ്റെ കമ്പികൾ, അതായത് ഈ ആ സെല്ലിന് പുറത്തേക്ക് ഇന്നലെ കടന്നതോടുകൂടി അതങ്ങനെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങിയല്ല, അത് പഴയപടിയാക്കി മാറ്റി, അല്ലെങ്കിൽ പഴയപടിയാക്കി നിലനിർത്തിയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടുള്ളത്. കാരണം താൻ ജയിൽ ചാടിയിട്ടുള്ള കാര്യം വളരെ പെട്ടെന്ന് ആരും അറിയരുത് എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാവിലെയായിരുന്നു ഗോവിന്ദചാമിയുടെ പ്രധാനപ്പെട്ട ഉറക്കം. അർജുൻ കല്യാൺ, ഇപ്പോൾ വിയ്യൂരിലേക്ക് ഗോവിന്ദചാമി പോവുകയാണ്. ഇന്നലെ ജയിൽ ചാടിയ ഗോവിന്ദചാമി ഇന്നലെ ഈ സമയത്തൊക്കെ ജയിലിന് പുറത്ത് ഇങ്ങനെ വിഹരിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിലൂടെ, മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളിലൂടെയൊക്കെ ഗോവിന്ദചാമിയെ തേടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു നമ്മൾ ഈ സമയം ഇന്നലെ. എന്നാൽ ഇന്നിപ്പോൾ വിയ്യൂരിലേക്കുള്ള യാത്രയിലാണ് ഗോവിന്ദചാമി. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അതീവ സുരക്ഷാ ജയിൽ എന്നൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്. റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നു. റോഷിപാൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതീവ സുരക്ഷയുള്ള ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ബ്ലോക്ക് നമ്പർ 10-ൽ നിന്ന് ചാടിയ കൊടും കുറ്റവാളിയാണ് ഇപ്പോൾ വിയ്യൂരിലേക്ക് കൊണ്ടുപോകുന്നത്. വിയ്യൂരിൽ ഗോവിന്ദചാമിക്കായി പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഒരുങ്ങുന്നുണ്ടോ? സുജയ, അങ്ങനെ തന്നെയാണ്. ശക്തമായ സുരക്ഷയായിരിക്കും വിയ്യൂർ അതീവ സുരക്ഷയുള്ള ജയിലിലുണ്ടാകും. കാരണം സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ നിന്നും ചാടിയ ഗോവിന്ദചാമിയെ വിയ്യൂരിലെ ജയിൽ അതിനേക്കാൾ സുരക്ഷയിലാണ് പാർപ്പിക്കുക. മാത്രവുമല്ല, ഇനി ശക്തമായ നിരീക്ഷണം കൂടി ഉണ്ടാകും. ആ നിരീക്ഷണത്തിൽ തന്നെയാണ് ഇനി ഗോവിന്ദചാമി വിയ്യൂരിലെ ജയിലിൽ കഴിയുക. കാരണം ഇനിയൊരു വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് ഉണ്ടാവുക. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടത്. ഏറെ വൈകാതെ പോലീസിന് ഈ ഗോവിന്ദചാമിയെ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഇനി വിയ്യൂർ ജയിലിലും സമാനമായ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനുണ്ട് ജയിൽ വകുപ്പിന്. കൂടുതൽ സുരക്ഷയുണ്ടാകും, കൂടുതൽ നിരീക്ഷണമുണ്ടാകും. അവിടെ കൂടുതൽ CCTV ഉൾപ്പെടെ സ്ഥാപിക്കുന്ന കാര്യത്തിലും തീരുമാനമാകുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇനി പാർപ്പിക്കാൻ പോകുന്ന സെല്ലിൽ
കൂടുതൽ സുരക്ഷ, കൃത്യമായ നിരീക്ഷണം, ജയിൽ ചട്ടങ്ങൾ അനുസരിച്ചുള്ള നിരീക്ഷണം. നേരത്തെ ജയിൽ ചട്ടങ്ങൾ അനുസരിച്ചുള്ള നിരീക്ഷണങ്ങളിൽ ചില പിഴവുകൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദചാമിക്ക് പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്ന വിലയിരുത്തലാണ്. അതുകൊണ്ടാണ് ഇനി വിയ്യൂരിൽ അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഗോവിന്ദചാമിയെ പിടിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. കാരണം ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇങ്ങനെ ജയിൽ ചാടുന്നത് കൃത്യമായി ഇങ്ങനെ അറിഞ്ഞില്ല. കാരണം സഹതടവുകാരുൾപ്പെടെ ഇങ്ങനെയുള്ള ഒരു നീക്കം അറിഞ്ഞു. വളരെ മുൻകൂട്ടി തന്നെ ഒരു പ്ലാൻ ഗോവിന്ദചാമി ഉണ്ടാക്കി. അതിനുവേണ്ടിയുള്ള മുൻ പ്രവർത്തനങ്ങൾ, തയ്യാറെടുപ്പുകൾ ഗോവിന്ദചാമിയുടെ ഭാഗത്തുണ്ടായി. അതൊന്നും കൃത്യമായി നിരീക്ഷിച്ച് കണ്ടെത്താൻ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഇങ്ങനെ ജയിൽ മാറ്റത്തിനൊപ്പം തന്നെ കൂടുതൽ നിരീക്ഷണത്തിനുള്ള തീരുമാനത്തിലേക്കും ജയിൽ വകുപ്പ് കടന്നിരിക്കുന്നത്. ഓക്കെ, വിവരങ്ങൾ ശേഖരിക്കുക. റോഷിപാലിലേക്കും അർജുൻ കല്യാടിലേക്കും നമുക്ക് തിരികെ എത്താം. വാർത്തകൾ